നമസ്കാരം. സ്വന്തം പുരയിടത്തിലേക്ക് ഈ 3 പാവപ്പെട്ടവർക്ക് പ്രവേശിക്കാൻ കഴിയാത്തവണ്ണം അതിൻ്റെ വഴികൾ അടച്ചുകൊണ്ട് അവരെ തടസ്സപ്പെടുത്തി അവരെ വളരെ വിഷമത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിലെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ ഉൾപ്പെടെയുള്ളവർ ഇവരെ ദ്രോഹിക്കുന്ന ഒരു കഥ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. എന്താണ് അവിടെ സംഭവിച്ചത് അതൊക്കെ ഒന്ന് പറയാമോ? പേര് മേബിൾ ബ്രിജറ്റ്. ഇതെന്റെ പപ്പയാണ്, ഇത് അമ്മയാണ്. പിന്നെ എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അത് ഒറീസയിൽ വെച്ച് കൊല്ലപ്പെട്ടു. മിഷണറി ആയിരുന്നു. അത് കൊല്ലപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ്. അതിനുശേഷം അതിൻ്റെ വേദനയും ദുഃഖവും എല്ലാ പ്രയാസവും ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഒന്നാമത് ഞങ്ങൾക്ക് ഈ വഴി 9 സെൻറ്റ് സ്ഥലം ഞങ്ങളുടെ പുരയിടത്തിൻ്റെ താഴ്ഭാഗത്തായിട്ടുണ്ടായിരുന്നു. ആ വസ്തുവിൽ പോകുന്നതിനുള്ള വഴിയില്ല. വഴി പ്രമാണത്തിലുണ്ട്, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം പോകുന്നത് അടുത്തുള്ള വേറൊരു പുരയിടത്തിൻ്റെ വസ്തുവിൻ്റെ അതിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതിനുള്ള നടപടി വേണം. ഇപ്പൊ ആരാണ് അവിടെ തടസ്സം നിൽക്കുന്നത്? നമ്മൾ സ്ഥലം വസ്തു തന്ന ഉടയന്റെ മോള്. വസ്തു ഉടമസ്ഥ വസ്തു തന്ന ഉടമസ്ഥ ഇപ്പോഴില്ല, അദ്ദേഹം മരണപ്പെട്ടു. അന്ന് അദ്ദേഹം ആ ഉടമസ്ഥ തന്നപ്പോ പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൾക്കാണ് തടസ്സം. അവരാണ് മതില് കെട്ടിയത്. 1 വർഷത്തിനകത്ത് മതില് കെട്ടിയപ്പോ പ്രമാണത്തിലെ വഴി പറഞ്ഞിട്ടുണ്ടോ? പ്രമാണത്തിലുണ്ട്. പ്രമാണത്തിൽ വഴിയുണ്ട് അല്ലേ? പ്രമാണത്തിൽ വഴി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരിപ്പോ നിങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല. ഇത് പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നല്ലേ? പ്രമാണത്തിൽ കറക്റ്റാ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വഴിയുണ്ട്. പ്രമാണത്തിൽ വഴി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വഴി തരുന്നില്ല. അതാണ് പ്രശ്നം അല്ലേ? അപ്പോൾ അതൊരു ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണക്കാരായ നിങ്ങൾ വാങ്ങിയ സ്ഥലം അതിൽ വഴി തരുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മ എന്താ അവർ പറയുന്നത്? എന്താ അമ്മ അവർ പറയണം? മതിൽ പൊളിച്ചിട്ട് കെട്ടിക്കൊടുക്കാൻ. മതിൽ പൊളിച്ചിട്ട് കെട്ടിക്കൊടുക്കാൻ. പൊളിച്ചിട്ട് കെട്ടാനുള്ള പൈസ നിങ്ങളിലുണ്ടോ? ഇല്ല, ഞങ്ങളിൽ ഒരു നിവൃത്തിയില്ല. കിട്ടില്ല. ഇല്ല, നിങ്ങൾ പാവപ്പെട്ട കൂലിപ്പണിക്കാരാണ്. രോഗികളാണല്ലേ? കണ്ണ് കാഴ്ചയില്ല. ഒരു കണ്ണിന്റെ ബ്ലീഡിങ് വന്ന് അങ്ങനെ ലെൻസ് വെക്കാൻ പറ്റിയില്ല. അത് വളരെ ബുദ്ധിമുട്ടണം. ചികിത്സയിലാണ് തിരുവനന്തപുരം കണ്ണാശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പപ്പയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി സർജറി കഴിഞ്ഞ് അതിന്റെ ചികിത്സയാണ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. എനിക്ക് യൂട്രസിൽ നീർക്കെട്ടുണ്ടായിരുന്നു, ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, സിസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ഇഞ്ചക്ഷൻ 350 രൂപയ്ക്ക് മാസം തോറും എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു ബുദ്ധിമുട്ട് വന്ന് 2 മാസത്തിന് മുന്നേ ഞാൻ പേരൂർക്കട ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ഒരാഴ്ച. നിങ്ങൾ പരാതികൾ കൊടുത്തോ എപ്പോഴെങ്കിലും? കൊടുത്തിട്ടുണ്ട്. എവിടെയാ കൊടുത്തത്? ഇതിന് ആദ്യമായിട്ട് ഇവിടെ കൊടുത്തതാണ്. ഇന്ന് കൊടുത്തതേ ഉള്ളൂ. എവിടെയാ കൊടുത്തത്? പഞ്ചായത്തിൽ സെക്രട്ടറിക്കാണ് കൊടുത്തത്. സെക്രട്ടറി കൊടുത്ത് വേറെ ആരെയാ നിങ്ങൾ കണ്ടത്? നിങ്ങൾ ആശിച്ച് വാങ്ങിച്ച ആ സ്ഥലം നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലേ? ഇപ്പം അവിടെ കയറി പോകാനും താമസിക്കാനും ഒന്നിനും കഴിയുന്നില്ലല്ലേ? അതിൽ കയറി പോകാനും ഒന്നിനും പറ്റണില്ല. ആശുപത്രിയിൽ 7-8 വർഷം കൊണ്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണ് ബ്ലീഡിങ് വന്ന് ലെൻസ് ഒന്നും വെച്ചില്ല. അതിനെ കണ്ണ് മശക്ക ഉണ്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോ അവരെന്താ പറയണേ? മാസം തോറും പോകണം. മാസത്തിൽ അവർ വിളിക്കുമ്പോൾ 2 മാസത്തിലൊരിക്കൽ കണ്ണാശുപത്രിയിൽ പോകണം. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ട്. ഇപ്പൊ വിളയിൽ ചെന്നപ്പോ പെരേടത്തിൽ ചെന്നപ്പോ ആരാ തടസ്സം നിൽക്കുന്നത്? ഞങ്ങളുടെ വീടിന്റെ മുകളിൽ മരക്കൊമ്പ് ചാഞ്ഞി കിടന്ന്, റബ്ബറിന്റെ മരക്കൊമ്പ് ചാഞ്ഞി കിടന്ന് അതിന്റെ ഒരു അപേക്ഷ ഞാൻ ഫെബ്രുവരി 24-ാം തീയതി ഇവിടെ പഞ്ചായത്തിൽ കൊടുത്തിരുന്നു സെക്രട്ടറിക്ക്. അങ്ങനെ പിന്നെ മെയ് മാസം 9-ാം തീയതി ഞാൻ വേറൊരു പരാതി കൊടുത്തിരുന്നു. അതായത് അൽക്കേഷ്യയുടെ അയൽപ്പുരയിടത്തുള്ള 3 പുരയിടത്തിലുള്ള അൽക്കേഷ്യ മരങ്ങളുടെ വേരുകൾ എൻ്റെ സഹോദരൻ ഒറീസയിൽ വെച്ച് കൊല്ലപ്പെട്ട 10ൻ്റെ അന്നാണ് ബോഡി കൊണ്ടുവന്നത്. അത് അടക്കം ചെയ്തതിൻ്റെ ചെറുതായിട്ട് ഞങ്ങളത് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിഭാഗത്തൂടെ ഈ അൽക്കേഷ്യവും മാഞ്ചിയവും പോലത്തുള്ളൊരു വൃക്ഷമാണ്. അത് ഇതിൻ്റെ അടിഭാഗത്തൂടെ കയറി കിണറ്റിനകത്ത് കയറിയിട്ട് അത് കക്കൂസിൻ്റെയും കുളിമുറിയുടെ അകത്ത് കയറി അത് മൊത്തം പൊളിഞ്ഞടക്കുകയാണ്. അതിന് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് അതിനകത്ത് കയറാൻ പോലും ഭയമാണ്. എന്നാലും തൽക്കാലം ഞങ്ങൾ അതിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വീടിനകത്തോ വേറെ പുറത്തോ ഞങ്ങൾക്ക് മറ്റൊരു ഇത് ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. യാതൊരു കക്കൂസോ കുളിമുറോ ഒന്നും ഞങ്ങൾക്കില്ല. അതിനൊരു പരിഹാരവും നമുക്ക് നടപടി വേണം. അതെ, റബ്ബർ മരവും ചാഞ്ഞ് കിടക്കണം. അതിന് ഞാൻ ഇവിടെ പഞ്ചായത്തിനും കൊടുത്ത് ഓംബുഡ്സ്മാനിൽ കൊടുത്തല്ലേ? പഞ്ചായത്ത് ഓംബുഡ്സ്മാനിൽ കൊടുത്തു അല്ലേ? അതുകൊണ്ട് എന്നെ കാണുന്നവർക്കുള്ള ഒരു അവയർനെസ്സിന് വേണ്ടി പറയുകയാണ്. നമ്മൾ പഞ്ചായത്ത് തലത്തിലൊക്കെ താമസിക്കുന്ന, പഞ്ചായത്ത് മേഖലയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അയൽവക്കക്കാരുടെ നിന്നുള്ള പ്രശ്നങ്ങൾ, തൊട്ടടുത്ത പുരയിടത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, വഴി നടക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പഞ്ചായത്ത് തലത്തിലാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ് കേട്ടോ.
പഞ്ചായത്ത് ഓംബുഡ്സ്മാൻ്റെ ഓഫീസ് തിരുവനന്തപുരത്താണ്, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പം അവിടെ നമുക്ക് പോയി നമുക്കതിൽ ബന്ധപ്പെടാൻ പറ്റും. അവിടുത്തെ ഓഫീസിലല്ലേ നിങ്ങൾ പോയത്? ആണോ? അപ്പോൾ അവിടുത്തെ ഓഫീസിൽ പോകാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പഞ്ചായത്തിലെ ഓംബുഡ്സ്മാനെ കാണാം. ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞത് ഒരു കോടതിയാണ്. ഓംബുഡ്സ്മാൻ ജഡ്ജിയാണ്. നമുക്ക് ജഡ്ജിയോട് നേരിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഭയപ്പെടേണ്ട ആളല്ല, വളരെ സിമ്പിളാണ്. അദ്ദേഹത്തോട് നമ്മളെ കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം പറയാൻ കഴിയുന്നതാണ്. ഈ വിവരം നിങ്ങൾ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ മതിൽ പൊക്കി കെട്ടിയത് കൊണ്ട് അതിനി പറയാൻ അവരെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. അവർക്കിനി അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവർ സോൾവ് ചെയ്യാൻ പറ്റൂലെന്ന് അവർ പറഞ്ഞു. കെട്ടിയത് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് പറഞ്ഞു. അതുകൊണ്ട് അവരെ കൊണ്ട് കഴിയില്ലെന്നോ? അത് അവരുടെ പക്ഷം ചേർന്നല്ലോ പറഞ്ഞോ? നിങ്ങളെ പെരേടത്തിൽ അവർക്ക് മതിൽ കെട്ടി പൊക്കേണ്ട അവർക്ക് പക്ഷേ ഇല്ലേ വരും. അപ്പോഴും എന്തായാലും പ്രമാണത്തിൽ വഴിയുണ്ട്, അത് കാണിച്ചു കൊടുത്ത്. അപ്പോൾ പിന്നെ അത് പൊളിച്ചിട്ട് അല്പം കെട്ട് കട്ട കരിങ്കല്ല് വെച്ച് തന്നെ ഇപ്പുറത്തോട്ട് കൂലി കൊടുത്ത് അവർക്ക് കെട്ടി വെക്കാന്നല്ലേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ സ്വന്തം പെരേടത്തിലേക്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല. അതാണ് വിഷയം. പഞ്ചായത്തിൽ പരിഹാരം വരാത്തത് കൊണ്ട് ഞാൻ RD ഓഫീസിൽ ഈ പരാതി കൊടുത്തിട്ട് അവിടെ നിന്ന് അവര് സീലടിച്ച് മരം മുറിക്കുന്നതിന് വേണ്ടി അവിടെ കൊടുത്തപ്പോഴും അവര് സീൽ പതിച്ച് അതിന്റെ നമ്പറൊക്കെ ഇട്ട് തന്നിട്ട് പറഞ്ഞ് വില്ലേജിൽ കൊടുക്കാൻ. വില്ലേജ് കൊടുത്തപ്പം വില്ലേജ് ഓഫീസർ പറഞ്ഞത് ഇത് അത് സാർക്ക് അതിനുള്ള അധികാരം ഇല്ലെന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞ് ഈ വീടിരിക്കുന്ന പ്രമാണത്തിന്റെ കോപ്പി കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കോപ്പി കൊണ്ട് കൊടുത്തപ്പോഴ് പറഞ്ഞ് നാളെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ട് ഇന്ന് വരെ വന്നിട്ടില്ല. ഈ വില്ലേജ് ഓഫീസർ അവിടെ നിന്ന്. ഏത് വില്ലേജാണ് നിങ്ങളുടെ വില്ലേജ്? പാലോട് വില്ലേജ് ഓഫീസ്. അല്ല, എല്ലാ വില്ലേജുകളും സർക്കാരിന്റെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ഇപ്പൊ കുത്തഴിഞ്ഞ് കിടക്കാണ്, കെട്ടുപൊട്ടി കിടക്കാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പോലും വന്നില്ല. ഇനി എവിടെ പോകണമെന്ന് പോലും എനിക്ക് അറിയാം. ഞാൻ അടുത്ത കളക്ടറേറ്റിൽ കൊടുക്കട്ടെ. പിന്നെ ഇനി എവിടെ ഏത് ഭാഗത്ത് ഞാൻ മീഡിയയിൽ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ കൊടുക്കാനായിട്ട്. അത് തന്നെ. അപ്പം നമുക്കിത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം കേട്ടോ. ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾക്കിത് നീതി കിട്ടണം അല്ലേ? നിങ്ങളെ ഉദ്യോഗസ്ഥരെ തിരക്കി വരും. ഞങ്ങളാലായിരുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും കേട്ടോ. ചെയ്യുമെന്ന് ഉറപ്പുണ്ടോ? തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഞങ്ങളാലാവുന്ന സഹായം കിട്ടും കേട്ടോ. ഞങ്ങൾ വീഡിയോ എടുത്ത് അതുവഴി പൊയ്ക്കളയില്ല കേട്ടാ. ഇത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് വിന്റർ ഹെവൻ കേട്ടോ. ഈ ചാനലിൽ ശബ്ദമില്ലാത്തവരില്ലേ, ശബ്ദിക്കാൻ കഴിയാത്തവരില്ലേ, അവരുടെ ശബ്ദമാണ് ഞങ്ങൾക്ക് വലിയ മുഖ്യധാര മാധ്യമങ്ങളെ പോലുള്ള വലിയ വാർത്തകളൊന്നുമല്ല. സാധാരണക്കാരും ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു റീച്ചും കിട്ടാത്ത വാർത്തകളാണ് നമ്മളെ സംബന്ധിച്ച്. വൈറലാവാൻ ഒരു സാധ്യതയില്ലാത്ത വാർത്തകളാണ് ഞങ്ങൾ എടുക്കുന്നത്. എനിക്ക് വൈറലാവുക എന്നുള്ളതല്ല മെയിന്. എൻ്റെ നാട്ടിലുള്ള കുറച്ച് അമ്മമാരും സഹോദരിമാരും സാധുക്കളും പാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുക? ഒരു ചെറിയ സഹായമാവുക എന്നുള്ള നിലയ്ക്കാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ വിന്റർ ഹെവൻ എന്ന് പറഞ്ഞ ചാനൽ വഴി സംപ്രേഷണം ചെയ്യാമല്ലോ? ചേട്ടല്ലോ, സമ്മതം തന്നെയല്ലോ. അപ്പം ബാക്കിയെല്ലാം നമുക്കിത് വഴിയെ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കാം. അമ്മ, നിങ്ങൾ 3 പേരും രോഗികളാണോ ഇപ്പോൾ? രോഗികളാണ്. എനിക്ക് പനി വന്ന ശേഷം കൈവിരലിന് എങ്ങനെയാ എന്താ ചെയ്യുന്നത്? തറയിലിരിക്കാൻ പറ്റൂല. എനിക്ക് എന്റെ കൈവിരലൊക്കെ കൈവിരലും മടങ്ങൂലല്ലേ? നൂത്തി തിരിച്ചു പിടിച്ചേ. ഓ, പനി വന്ന ശേഷമാണ് അങ്ങനെയുള്ള പ്രശ്നം അല്ലേ? ഈ തറയിലിരിക്കാനും പറ്റില്ല. എനിക്കും അങ്ങനെ കാലും മുട്ട് വയ്യ. അങ്ങനെ ഈ കണ്ണ് ചെയ്താൽ അലർജി ഉണ്ടല്ലേ? നടക്കാനൊന്നും വയ്യ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നീതി കിട്ടും കേട്ടാ. നീതി കിട്ടും വരെ നമുക്ക് പോരാടാം. ഓക്കെ, ശരി 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 ശരി.